ടാറ്റ കൺസൾട്ടൻസി സർവീസസ് എല്ലാന്നുണ്ടെങ്കിൽ TCS. അപ്പോൾ ഈ ഒരു കമ്പനിയിൽ ജോലി കിട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സേഫായി എന്നുള്ളൊരു ചിന്തയായിരുന്നു നമുക്ക് പണ്ട് തുടങ്ങിയ ഉണ്ടായിരുന്നിട്ടുള്ളത്. നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഗവൺമെൻറ് ജോലി അല്ലാന്നുണ്ടെങ്കിൽ ഒരു സെമി ഗവൺമെൻറ് ജോലിയൊക്കെ കിട്ടിയ ഫീലായിരുന്നു TCSൽ ജോലി കിട്ടിയിട്ടുണ്ടെങ്കിൽ ഉണ്ടായിരുന്നത്. മെയിനായിട്ട് അതിനുള്ളൊരു കാരണം എന്തായിരുന്നു നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് അവിടുത്തെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടൽ ഉണ്ടാകില്ല എന്നുള്ളതായിരുന്നു. ആ ഒരു വിശ്വാസത്തെ ചോദ്യം ചെയ്യുന്ന രീതിയിലുള്ള പ്രഖ്യാപനങ്ങളാണ് കമ്പനിയുടെ ഭാഗത്തു നിന്നും ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്. അതായത് ഈ ഒരു ഫൈനാൻഷ്യൽ ഇയറിൽ കമ്പനിയുടെ വർക്ക് ഫോഴ്സിൻ്റെ 2% പിരിച്ചുവിടുമെന്നുള്ളൊരു നിലക്കുള്ളൊരു തീരുമാനം, അതായത് ലേ ഓഫ് ചെയ്യും എന്നുള്ള നിലക്കുള്ളൊരു തീരുമാനമായിരുന്നു അത്. ഏകദേശം 12,000-ലധികം ജീവനക്കാരെ ആയിരിക്കും ഇത് നേരിട്ട് ബാധിക്കുന്നത്. മെയിനായിട്ട് ചെറിയ ചെറിയ ജോലികൾ ചെയ്യുന്ന ആളുകളെയല്ല കമ്പനി ടാർഗറ്റ് ചെയ്യുന്നത്, ഒരു മീഡിയം ലെവൽ മാനേജ്മെൻറ്റ് റോളിലുള്ള അല്ലാന്നുണ്ടെങ്കിൽ ഒരു സീനിയർ മാനേജ്മെൻറ്റ് റോളിലുള്ള ആളുകളെയാണ്. അപ്പോൾ എന്താണ് യഥാർത്ഥത്തിൽ TCSൽ നടക്കുന്നത്? ഇതിൻ്റെ ബഹിസ്ഫുരണങ്ങൾ നമുക്ക് ബാക്കിയുള്ള കമ്പനികളിലും കാണാനായിട്ട് സാധിക്കും. AIക്കും ഈ ഒരു പിരിച്ചുവിടലും തമ്മിൽ എന്തെങ്കിലുമൊക്കെ ബന്ധമുണ്ടോ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ദ ചാനൽ. റസീൻ ദിസ് സൈഡ്. ഈ ഒരു സാഹചര്യത്തിൽ ബെഞ്ച് ലിസ്റ്റ് എന്ന് പറയുന്ന ഒരു വാക്കിനെ നമ്മൾ ഭയപ്പെടേണ്ടതായിട്ട് വരും. ഇപ്പോൾ സാധാരണ IT കമ്പനികളിലും മറ്റൊക്കെ കാണുന്ന ഒരു കാര്യമാണ് പ്രൊജക്ട്സും കാര്യങ്ങളൊക്കെ ഇല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ ബെഞ്ചിലിരിക്കുന്ന ഒരു പരിപാടി. അപ്പോൾ പ്രത്യേകിച്ച് വലിയ ജോബ്സും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. നമ്മൾ സാധാരണ ഫുട്ബോളും ക്രിക്കറ്റും ഒക്കെ കാണുമ്പോൾ ബെഞ്ചിൽ ആളുകൾ ഇരിക്കുന്നുണ്ടല്ലോ, അതേപോലെ തന്നെ അപ്പോൾ അടുത്ത പ്രൊജക്റ്റ് വരുമ്പോൾ കയറാന്നുള്ളൊരു മൈൻഡിലായിരിക്കും അവരവിടെ ഇരിക്കുന്നത്. സോ കുറേ നാളുകളായിട്ട് അത്തരത്തിൽ ബെഞ്ചിലിരിക്കുന്ന ആളുകൾക്ക് ജോലി നഷ്ടപ്പെടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. സ്കിൽ മിസ്മാച്ച് ആണ് ഇതിൻ്റെ ഒരു മെയിൻ ആയിട്ടുള്ള ഒരു കാരണമായിട്ട് പറയുന്നത്. എന്താണ് ഈ സ്കിൽ മിസ്മാച്ച് എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ IT സെക്ടർ വളരെ പെട്ടെന്ന് ഇങ്ങനെ ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുകയാണ്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, ക്ലൗഡ്, സൈബർ സെക്യൂരിറ്റി, അത് ഇത് കുന്തം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാടധികം പുതിയ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സംഭവങ്ങൾ വന്നുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ സീനിയർ ആയിട്ടുള്ള ഒരുപാടധികം ആളുകൾക്ക് ഇത്തരത്തിൽ വരുന്ന പുതിയ ടെക്നോളജി പെട്ടെന്നുകൊണ്ട് തന്നെ അഡാപ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല. അപ്പോൾ അവരുടെ സ്കില്ല് ആ ഒരു സ്ഥലത്ത് ആവശ്യത്തിന് ഉപയോഗിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് വരുന്നത്. അങ്ങനെ വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി പറഞ്ഞ പോലെ തന്നെ അവരുടെ ആവശ്യം കമ്പനിക്ക് ഇല്ലാതാവുകയാണ്. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കമ്പനിക്ക് ആവശ്യമായിട്ടുള്ള സ്കിൽ സെറ്റിനോട് ഈ എംപ്ലോയീസും കാര്യങ്ങളൊന്നും ഫിറ്റ് ആയില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? സ്വാഭാവികമായിട്ടും അവരെ ഒഴിവാക്കും. അതൊക്കെ തന്നെയാണ് ഈ ഒരു സാഹചര്യത്തിലും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അടുത്തൊരു മെയിൻ ആയിട്ടുള്ള കാരണം പറയുന്നത് പ്രൊജക്ടിന്റെ മാനേജിങ്ങിനൊക്കെ ഉള്ള ഒരു മാറ്റമാണ്. അജൈൽ മോഡലിംഗ് വരുന്ന ടൈമിൽ പഴയ തരത്തിലുള്ള ഒരു സ്ട്രക്ചർ തന്നെ ചോദ്യം ചെയ്യപ്പെടുകയാണ്. മുമ്പ് നോക്കുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഓരോ പ്രൊജക്റ്റും കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് മാനേജ്മെൻറ്റ് ലെയറുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്നാൽ ഇന്നത് ഡയറക്റ്റ് ഡെവലപ്പേഴ്സ് ക്ലയൻറ്റിനോട് സംസാരിക്കുന്ന ഒരു രീതിയിലോട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. അതായത് പണ്ടത്തെ ഒരു കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ അല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോഴും ഒരുപാടധികം കമ്പനികൾ ഫോളോ ചെയ്തു വരുന്ന ഒരു കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ടീം ലീഡ് ഉണ്ടാവും, പിന്നെ പ്രൊജക്ട് മാനേജേഴ്സ് ഉണ്ടാവും, പ്രോഗ്രാം അഡ്മിൻസ് ഉണ്ടാവും, അങ്ങനെ ഒരുപാടധികം ആളുകൾ ഉണ്ടാവും. സോ ഇത്തരത്തിലുള്ള ആ മാനേജിങ് ലെവലിലുള്ള ജോബുകളും കാര്യങ്ങളൊക്കെ കട്ട് ചെയ്യുന്നതാണ് പറയുന്നത്. അടുത്തതായിട്ട് നമ്മൾ നോക്കുമ്പോൾ നമുക്ക് മെയിനായിട്ട് കാണാൻ സാധിക്കുന്നത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ തന്നെയാണ്. അതായത് AI ടൂൾസും കാര്യങ്ങളൊക്കെ വെച്ച് കഴിഞ്ഞിട്ട് വളരെ സിമ്പിളായിട്ട് ഇപ്പോൾ ജോലിയും കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് സാധിക്കുകയാണ്. അതായത് പണ്ടൊരു 10 പേര് ചെയ്തിരുന്ന ഒരു ജോലി ഇപ്പോൾ ഈ ഒരു ടൂൾസിൻ്റെ സഹായത്തോട് കൂടിയിട്ട് ഒരാൾക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അങ്ങനെ വരുന്ന സാഹചര്യങ്ങളിൽ കമ്പനികൾ ഒരിക്കലും ഒരുപാടധികം ആളുകളെ പൈസ കൊടുത്ത് കഴിഞ്ഞിട്ട് ജോലിക്കായിട്ട് വെക്കില്ല. പിന്നെ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ഷെഡ്യൂളിങ്, അതേപോലെ തന്നെ പ്ലാനിങ്, അതേപോലുള്ള ഒരുപാടധികം കാര്യങ്ങളിൽ AI വേറെ ലെവലാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു മാനേജിങ് ലെവലിലുള്ള എംപ്ലോയീസ് ആയിരുന്നു മെയിനായിട്ട് അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിരുന്നത്. എന്നാൽ അതൊക്കെ ഡയറക്റ്റായിട്ട് AIക്ക് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു ടൈമിൽ ആ ഒരു റോളുകളെ കൂടുതലായിട്ട് അഫക്റ്റ് ചെയ്യുന്നതായിട്ട് പറയപ്പെടുന്നത്. ഒന്നാലോചിച്ചാൽ മതി, കുറച്ച് പേരെ കൊണ്ട് കുറേ ജോലി ചെയ്യിപ്പിക്കാനായിട്ട് സാധിക്കുകയാണെന്നുണ്ടെങ്കിൽ കമ്പനികൾ ആ ഒരു മാർഗ്ഗമല്ലേ തിരഞ്ഞെടുക്കുള്ളൂ. അതുതന്നെയാണ് ഇവിടെയും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ വേറൊരു പ്രശ്നമായിട്ട് പറയുന്നത് ഗ്ലോബൽ ലെവലിലുള്ള ചാലഞ്ചസ് ആണ്. അതായത് TCSൻ്റെ ക്ലയൻറ്റ് ബേസ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓൾമോസ്റ്റ് ഒരു 90%ഉം പുറത്തുള്ള കമ്പനികളാണ്. അതായത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ US-ൽ UK-ലൊക്കെ ഉള്ള ഒരുപാടധികം കമ്പനികളാണ്. അപ്പോൾ ഇവരുടെ കോസ്റ്റ് കട്ട് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് കോൺട്രാക്റ്റുകളും കാര്യങ്ങളും അതേപോലെ തന്നെ പുതിയ പ്രൊജക്ട്സും എല്ലാം സ്ലോ ഡൗൺ ചെയ്യാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇവർക്ക് വരുന്ന റവന്യൂവും കാര്യങ്ങളൊക്കെ കുറയാനുള്ള ഒരു സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ കോസ്റ്റ് കട്ട് ചെയ്യുന്നതിൻ്റെ ഒരു ഇതായിട്ടാണ് ഇത്തരത്തിൽ എംപ്ലോയികളെ പിരിച്ചുവിടാനുള്ള മറ്റൊരു കാരണമായിട്ട് പറയുന്നത്. നമ്മൾ ജനറലി പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ന്യൂസ് ജസ്റ്റ് ഒരാളെയോ അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു 12,000 ആളുകളെയോ അവരെ കുടുംബത്തെയോ മാത്രം ബാധിക്കുന്നതല്ല. ഡയറക്റ്റ്ലി അല്ലെങ്കിൽ ഇൻഡയറക്റ്റ്ലി ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും തന്നെ സോഫ്റ്റ്വെയർ എഞ്ചിനീയേഴ്സ് ആയിട്ടൊക്കെ പരിചയം ഉണ്ടാവും. അല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ കാണുന്നവരിൽ പലരും ചിലപ്പോൾ സോഫ്റ്റ്വെയർ എഞ്ചിനീയേഴ്സ് ആവാം, ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ബ്രദേഴ്സ് അല്ലാന്നുണ്ടെങ്കിൽ ഹസ്ബൻഡ്, വൈഫ് ആരെങ്കിലുമൊക്കെ ഈ ഒരു ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ആളുകളൊക്കെ ഉണ്ടാവും.
നമ്മൾ നോക്കുമ്പോൾ ഒരു മാനേജ്മെന്റ് ലെവലിലൊക്കെ ഇരിക്കുന്ന ആളുകളുടെ ഏജ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ കല്യാണമൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും, കുട്ടികളുണ്ടാവും, കുട്ടികൾ സ്കൂളിൽ പോകുന്നുണ്ടാവും, അതേപോലെ തന്നെ വീട് വെച്ചിട്ടുണ്ടാവും, അതിൻ്റെ EMIയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതായത് നല്ല രീതിയിൽ ചെലവുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ TCS പോലുള്ള ഒരു കമ്പനിയിൽ നിന്ന് പെട്ടെന്ന് തന്നെ ജോലി പോകും എന്നുള്ളത് അവർ സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിച്ചിട്ടും ഉണ്ടാവില്ല. അപ്പം ഇങ്ങനെ വരുന്ന സാഹചര്യത്തിൽ അവരുടെ ആ ഒരു കുടുംബത്തിനെ മാത്രമല്ലാതെ അവരുടെ ചുറ്റുവട്ടുള്ളവരെയും കൂടെയും ആ ഒരു സംഭവം നല്ല രീതിയിൽ തന്നെ ബാധിക്കും. കുറേ ആളുകൾ ഇതിനെ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നെങ്കിലും ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു അടി തന്നെയാണ്. അത് സാമ്പത്തികമായിട്ട് മാത്രമല്ല, മാനസികമായിട്ട് വലിയ ആഘാതങ്ങൾ ഉണ്ടാകും ഇത്തരത്തിലുള്ള കൂട്ടപ്പിരിച്ചിടലുകളും മറ്റുമൊക്കെ. അതായത് പെട്ടെന്ന് തന്നെ ഒരു പുതിയ ജോലിയിൽ അവർക്ക് ലാൻഡ് ചെയ്യാനും പറ്റില്ല, ഇവിടെയുള്ള ജോലിയും പോയി, ഇത്തരത്തിലുള്ള ഒരുപാടധികം കോസ്റ്റുകൾ ഇങ്ങനെ നിൽക്കുകയാണ്. അതായത് ഇപ്പോൾ ജോലി പോയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് EMI അടക്കാതിരിക്കാനോ വീട് വാടക കൊടുക്കാതിരിക്കാനോ ഒന്നും പറ്റില്ലല്ലോ. അങ്ങനെ വരുമ്പോൾ മാനസികമായിട്ടും ഒരുപാടധികം സമ്മർദ്ദങ്ങൾ ഉണ്ടാവാനും എന്താ പറയുക, മെൻ്റൽ ഹെൽത്ത് വളരെ വലിയ രീതിയിൽ വേഴ്സ്റ്റ് ആവാനുള്ള ഒരു സാധ്യതകളൊന്നും തന്നെ നമുക്ക് തള്ളിക്കളയാനായിട്ട് സാധിക്കില്ല. അപ്പോൾ TCSന്റെ ഈ ഒരു പിരിച്ചുവിടൽ പ്രഖ്യാപനം കൊണ്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് ബാക്കിയുള്ള IT കമ്പനികളും ഈ ഒരു സെയിം ഫോർമുല ഫോളോ ചെയ്യുന്നുള്ളൊരു തരത്തിലാണ്. അതായത് അതിപ്പോൾ വിപ്രോ ആണെന്നുണ്ടെങ്കിലും ഇൻഫോസിസ് ആണെന്നുണ്ടെങ്കിലും ബാക്കിയുള്ള IT കമ്പനികളാണെന്നുണ്ടെന്നുണ്ടെങ്കിലും ഇപ്പോൾ ലേ ഓഫും കാര്യങ്ങളൊന്നും സഡനായിട്ട് പ്രഖ്യാപിച്ചിട്ടില്ല എന്നുണ്ടെന്നുണ്ടെങ്കിലും വരുന്ന സമയങ്ങളിൽ ഇവരും വലിയ തോതിലുള്ള ലേ ഓഫ്സും കാര്യങ്ങളൊക്കെ പ്രഖ്യാപിക്കാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ഇന്ത്യയിലെ IT സെക്ടറിൽ ഇനി വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ വലിയ രീതിയിലുള്ള സ്കിൽ അപ്ഗ്രഡേഷനും പരിപാടികളും കാര്യങ്ങളൊക്കെ ചെയ്യണം. ഇല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു മത്സര ഫീൽഡിൽ പിടിച്ചു നിൽക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഇപ്പോൾ IT സെക്ടറിൽ തുടങ്ങി, ഇനി നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സമാനമായിട്ടുള്ള സാഹചര്യങ്ങൾ ഒരുപാടധികം സെക്ടറുകളിൽ വരും എന്നുള്ളത് നമ്മൾ പ്രതീക്ഷിച്ച് തന്നെ ഇരിക്കണം. അതായത് എൻ്റെ ജോലി സ്ഥിരമാണ്, എൻ്റെ ജോലി പോകില്ല എന്നുള്ള ആ ഒരു ചിന്ത നമുക്കുണ്ടെന്നുണ്ടെങ്കിൽ അത് മാറ്റണം എന്നാണ് എക്സ്പേർട്സ് പറയുന്നത്. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ ജോബ് സേഫ് ആണെന്ന് നമ്മൾ ചിന്തിക്കുകയേ ചെയ്യരുത് എന്നുള്ളതാണ്. പിന്നെ അടുത്തൊരു കാര്യം പറയുന്നത് നമ്മളുടെ സ്കിൽ സെറ്റ് ഇപ്പോഴത്തെ ഒരു മാർക്കറ്റിന് കോമ്പാക്റ്റബിൾ ആണോ എന്നുള്ളത് നോക്കണം. അതായത് ഇപ്പോൾ മാർക്കറ്റിൽ നടക്കുന്ന കാര്യങ്ങൾക്കനുസരിച്ചിട്ട് നമ്മളുടെ സ്കില്ല് കണ്ടിന്യൂസ് ആയിട്ട് അപ്ഗ്രേഡ് ചെയ്തുകൊണ്ടേ ഇരുന്നിട്ടുണ്ടെങ്കിൽ മാത്രമേ ഇന്നത്തെ ഈ ഒരു മാർക്കറ്റിൽ നമുക്ക് പിടിച്ചു നിൽക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അതിനു വേണ്ടിയിട്ട് നമുക്ക് ഫ്രീലാൻസ് ചെയ്യാം, അതേപോലെ തന്നെ സൈഡ് പ്രൊജക്ട്സും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യാം. എന്നിട്ട് ആ ഒരു ഫീൽഡിൽ സ്കിൽസും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ ഡെവലപ്പ് ചെയ്യാനൊക്കെ പറ്റും. പിന്നെ പേഴ്സണൽ ബ്രാൻഡിങ് ചെയ്യുക, ലിങ്ക്ഡിൻ, ഗിറ്റ്ഹബ് ഒക്കെ പോലുള്ള പ്ലാറ്റ്ഫോംസിൽ നമ്മുടെ വർക്ക്സും കാര്യങ്ങളൊക്കെ പോസ്റ്റ് ചെയ്യുക, അതേപോലെ തന്നെ അതിൽ കൂടുതൽ ആക്റ്റീവ് ആവുക, പിന്നെ ടെക്നിക്കൽ പോർട്ട്ഫോളിയോയും കാര്യങ്ങളൊക്കെ വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കുക. അങ്ങനെയുള്ള ഒരുപാടധികം കാര്യങ്ങൾ ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ അടുത്തൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കരിയറിൽ ചെറിയ ചെറിയ ചേഞ്ചസും കാര്യങ്ങളൊക്കെ നടത്തി നോക്കുക എന്നുള്ളതാണ്. അതായത് ചെറിയ ഒരു കരിയർ ഷിഫ്റ്റ് എന്നൊക്കെ പറയില്ലേ, അതായത് ക്ലൗഡ്, ഡാറ്റ എഞ്ചിനീയറിങ്, അതേപോലെ തന്നെ പ്രോംപ്റ്റ് എഞ്ചിനീയറിങ്, പിന്നെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ യൂസ് ചെയ്തിട്ടുള്ള അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരുപാടധികം പരിപാടികളുണ്ട്. അപ്പോൾ അതിനൊക്കെ കുറിച്ച് കൂടുതലായിട്ട് അപ്ഡേറ്റ് ആയിക്കൊണ്ടേയിരിക്കുക, കൂടുതലായിട്ട് പഠിച്ചുകൊണ്ടേയിരിക്കുക. അതേപോലെ തന്നെ ഈ പറഞ്ഞ പോലെ തന്നെ ചെറിയ രീതിയിൽ കരിയർ ഒന്ന് സ്വിച്ച് ചെയ്യുന്നതും, അതായത് പൂർണ്ണമായിട്ടല്ല, പറഞ്ഞ പോലെ തന്നെ ചെറുതായിട്ടൊന്ന് നോക്കുന്നതിലും വലിയ തെറ്റൊന്നുമില്ല ഇന്നത്തെ ഒരു മാർക്കറ്റിൽ. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ത്യൻ IT ഇൻഡസ്ട്രിയിൽ ഫ്യൂച്ചറും ഉണ്ട്, അതേപോലെ തന്നെ ഒരുപാടധികം ചാലഞ്ചസും ഉണ്ട്. അത് കറക്റ്റായിട്ട് നോക്കിയിട്ട് പ്ലാൻ ചെയ്തിട്ട് മാത്രമേ ഇനി മുന്നോട്ടുള്ളൊരു യാത്ര കറക്റ്റായിട്ട് സാധ്യമാവുള്ളൂ. ഒരു സൈഡിൽ നമ്മൾ നോക്കുമ്പോൾ 30 ലക്ഷത്തോളം പുതിയ ജോബ് ഓപ്പർച്യൂണിറ്റീസ് ആണ് ടെക് സൈഡിൽ വരുന്നതെന്നാണ് പറയുന്നത്. എന്നാൽ ചില കണക്കുകൾ പ്രകാരം നമ്മൾ നോക്കുമ്പോൾ ഏകദേശം 1.8 കോടി ജോലികൾ പോകുന്നതാണ് പറയുന്നത്, ഈ ഒരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെയും മറ്റൊക്കെ അതിപ്രസരത്തോട് കൂടിയിട്ട്. യെസ്, AI, ഓട്ടോമേഷൻ ഇതൊക്കെ കാരണം വരുന്ന സമയങ്ങളിൽ ഇത്രത്തോളം ജോലികൾ വളരെ പെട്ടെന്ന് തന്നെ ഇല്ലാതാകുമെന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ എവിടെ നിൽക്കണം, എവിടെ നിന്ന് എങ്ങനെ ജോലി ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഫീൽഡിൽ പിടിച്ചു നിൽക്കാൻ പറ്റും തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് ഏറ്റവും കൂലങ്കുഷമായിട്ട് ആലോചിക്കേണ്ട ഒരു സാഹചര്യം തന്നെയാണ് ഇപ്പോൾ നിലവിലുള്ളത്. ഇനിയിപ്പോൾ അവസാനമായിട്ട് പറയാനുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ TCSൽ കണ്ട ഒരു പ്രതിഭാസം ബാക്കിയുള്ള IT കമ്പനികളിലും ആവർത്തിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. എക്സ്പേർട്സ് ഒക്കെ പറയുന്നതിനനുസരിച്ചിട്ട് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇനി ഇത്തരത്തിലുള്ള ലേ ഓഫ്സിൻ്റെ വാർത്തകളൊക്കെ നമ്മൾ ഒരുപാടധികം കേൾക്കേണ്ടി വരും എന്നുള്ളൊരു തരത്തിലാണ്. അതേപോലെ തന്നെ TCSൻ്റെ വേറെ ഒരു മെയിനായിട്ടുള്ളൊരു ന്യൂസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ജോലിയും കാര്യങ്ങളൊക്കെ ക്യാമ്പസ് പ്ലേസ്മെൻറ്റ് ത്രൂ ഒക്കെ കിട്ടിയ കുട്ടികൾക്ക് ഈ പറഞ്ഞ പോലെ തന്നെ ഓഫർ ലെറ്ററും കാര്യങ്ങളൊന്നും വരുന്നില്ല, ജോയിനിങ് ഡേറ്റും കാര്യങ്ങളൊന്നും അറിയിക്കുന്നില്ല എന്നുള്ള തരത്തിലാണ്. അതായത് 1 മാസം, 2 മാസം, 3 മാസമൊക്കെ ആയി അവർക്ക് ജോലി കിട്ടിയിട്ട്, പക്ഷേ ഓഫർ ലെറ്റർ വന്നിട്ടില്ല, ഇപ്പോൾ ജോയിൻ ചെയ്യണം, എങ്ങനെ ജോയിൻ ചെയ്യണം എന്നൊന്നും പറഞ്ഞിട്ടില്ല. അതായത് ഹയറിങ്ങും കാര്യങ്ങളൊക്കെ വളരെ സ്ലോ ആണ്, ഓൾമോസ്റ്റ് നടക്കണില്ല എന്ന് തന്നെ പറയാമെന്നുള്ളൊരു സാഹചര്യത്തിലൂടെയാണ് ഇപ്പോൾ കടന്നു പോകുന്നതെന്നാണ് പറയുന്നത്. സോ ഈ ഒരു ഓഫർ ലെറ്റർ വരും, അതേപോലെ തന്നെ നാളെ അല്ലെങ്കിൽ മറ്റന്നാളെ ജോലിക്ക് ജോയിൻ ചെയ്യാമെന്ന് പ്രതീക്ഷിച്ചിരിക്കുന്ന ആളുകൾ ആരെങ്കിലുമൊക്കെ ഈ ഒരു വീഡിയോ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ വേറെയും ജോലിക്ക് അപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ് ഈ ഒരു സാഹചര്യത്തിൽ പറയാനുള്ളത്. പിന്നെ TCSൻ്റെ CEO ആയിട്ടുള്ള K. കൃതിവാസം പറഞ്ഞതനുസരിച്ചിട്ട് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വന്നത് കൊണ്ടല്ല ഇത്രയധികം ലേ ഓഫ്സും കാര്യങ്ങളൊക്കെ നടക്കുന്നത്.
നേരത്തെ ഞാൻ പറഞ്ഞ ആ പോയിന്റ്സ് ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെയാണ് കാരണങ്ങളായിട്ട് പറയുന്നത്. അതായത് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സ്കിൽ മിസ്മാച്ചാണ് വലിയൊരു റീസൺ ആയിട്ട് പറയുന്നത്. പുതിയ പുതിയ രീതികളിലോട്ട് സീനിയർ ആയിട്ടുള്ള ആളുകൾക്ക് അഡാപ്റ്റ് ചെയ്യാനായിട്ട് പറ്റുന്നില്ലാണ്. അങ്ങനെ പറ്റാത്ത ആളുകളെയാണ് അവർ പുറത്താക്കുന്നത് എന്നുള്ളൊരു തരത്തിലാണ് പറയുന്നത്. എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും ടെക് ലോകം വളരെ ആശങ്കയോട് കൂടിയിട്ടാണ് ഇത്തരത്തിലുള്ള ന്യൂസുകളും കാര്യങ്ങളൊക്കെ നോക്കി കാണുന്നത്. ജസ്റ്റ് ഇതിപ്പോൾ TCSൻ്റെ മാത്രം കാര്യമല്ല, മൈക്രോസോഫ്റ്റ് ആണെന്നുണ്ടെന്നുണ്ടെങ്കിലും അതേപോലെ തന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ പാനസോണിക് ആണെന്നുണ്ടെങ്കിലും ഒരുപാടധികം എംപ്ലോയീസിനെ പിരിച്ചു വിട്ടുകൊണ്ടിരിക്കുകയാണ്. ഇത് ഗ്ലോബൽ ലെവലിൽ ഒരു ട്രെൻഡ് തുടങ്ങിയിട്ടുണ്ട്. സോ ഈ ഒരു ടെക് ലോകത്ത് ഹയറിങ്ങിലും ഫയറിങ്ങിലും എന്തൊക്കെയാണ് ഇനി ഭാവിയിൽ നടക്കുക എന്നുള്ളത് നമ്മൾ നോക്കിയിരുന്ന് കാണേണ്ടതായിട്ട് തന്നെ വരും. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ ഇത്രയൊക്കെയാണ് പറയാനുള്ളത്. ഈ കാര്യങ്ങളൊക്കെ കേട്ടിട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നിയത്? നിങ്ങളുടെ തോട്ട്സും കാര്യങ്ങളും എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും താഴെ കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ ആൻഡ് ഇറ്റ്സ് മീ സൈനിങ് ഓഫ്. പീസ്. സ്റ്റേ പീസ്ഫുൾ ഗൈസ്. സ്റ്റേ സേഫ്.